കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 14 ചൊവ്വാഴ്ച രാവിലെ 10:30 കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തും. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ധർണ ഉദ്ഘാടനം ചെയ്യും. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, DR കുടിശ്ശിക, പോലീസ് ആക്ട് 104A പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക, 12ാം ശമ്പള പെൻഷൻ കമ്മീഷനെ ഉടൻ നിയമിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ നൽകുക, മസ്റ്ററിംഗിന്റെ പേരിൽ ആശ്രിതരുടെ ആനുകൂല്യം തടയുന്ന കിരാത നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ധർണ. കേരളത്തിലെ പെൻഷൻകാർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും അർഹതപ്പെട്ട നിരവധി ആനുകൂല്യങ്ങളും യാതൊരു നീതീകരണവുമില്ലാതെ വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ A. ജയരാജൻ, മുയ്യം രാഘവൻ, AG ജോസഫ്, A. സത്യബാലൻ, ദിലീപ് ബാലക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2025 ജനുവരി 14 ചൊവ്വാഴ്ച രാവിലെ 10:30 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ പേരാവൂർ നിയമസഭ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവர்களാണ്. അതോടൊപ്പം തന്നെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ, അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾ, KSSPA സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ പ്രസംഗിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പെൻഷൻകാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാറ്റഗറിക്കൽ സംഘടന എന്ന രീതിയിലും നമ്മൾക്ക് അടിസ്ഥാനപരമായ ചില ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് നിഷേധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പീരീഡിന്റെ ആനുകൂല്യമാണ്. ട്രെയിനിങ് പീരീഡ് കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഓരോ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നത്. അത് 9 മാസം, അതുപോലെ തന്നെ 12 മാസം വരെയുള്ള ട്രെയിനിങ് ഉണ്ട്. ആ വിഷയത്തിൽ 2010 മാർച്ച് 31 ശേഷം റിട്ടയർ ചെയ്തവർക്ക് ഈ ട്രെയിനിങ്ങിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എൻട്രി ചെയ്ത, അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത 2010 മാർച്ച് 31 മുമ്പ് റിട്ടയർ ചെയ്തവർക്കൊന്നും ഈ ട്രെയിനിങ്ങിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തത് കൊണ്ട് അവരുടെ പെൻഷനിൽ വളരെയധികം കുറവ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ഏറ്റവും വലിയ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ കാര്യത്തിലുണ്ടെങ്കിൽ പോലീസിന്റെ മാത്രമായ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. 4ാം ഗ്രേഡ് 10ാം ശമ്പള കമ്മീഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ സാധ്യത കുറവായതുകൊണ്ട് അവർക്ക് 4ാം ഗ്രേഡ് 3 ഗ്രേഡ് 1, 2, 3 4ാമത്തെ ഗ്രേഡ് അവർക്ക് പ്രൊമോഷൻ സാധ്യത ഇല്ലാത്ത കാരണം ശമ്പളത്തിനെങ്കിലും ആ ഗ്രേഡ് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ആനുകൂല്യം കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.